കൊച്ചി നഗരത്തിലെ തിരക്കേറിയ ആ വീതി കുറഞ്ഞ ഇടവഴിയിൽ ചെറിയൊരു വാടകമുറിയുടെ വാതിൽപ്പടിയിലിരുന്ന് ദീപ തന്റെ പ്രിയപ്പെട്ട വയലിൻ പെട്ടി പതുക്കെ തുറന്നു. അന്തരീക്ഷത്തിൽ കാർമേഘങ്ങൾ പെയ്യാൻ മടിച്ചു നിൽക്കുന്നത് പോലെ അവളുടെ ഉള്ളിലും ഒരു വലിയ കൊടുങ്കാറ്റ് അടക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത ആഴ്ച നടക്കാനിരിക്കുന്ന സംസ്ഥാനതല സംഗീത മത്സരമാണ് അവളുടെ ലക്ഷ്യം. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഉറക്കമിളച്ചുള്ള അവളുടെ കഠിന പ്രയത്നം മുഴുവൻ ആ ഒരൊറ്റ വേദിക്ക് വേണ്ടിയായിരുന്നു. എന്നാൽ വയലിന്റെ പെട്ടി തുറന്ന് കമ്പികളിൽ വിരലമർത്തിയതും പെട്ടെന്ന് ദയനീയമായ ഒരു ശബ്ദത്തോടെ അതിന്റെ പ്രധാന സ്ട്രിങ് പൊട്ടിപ്പോയി. അതോടെ അത്രയും നേരം ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന പ്രതീക്ഷയുടെ അവസാനത്തെ കണികയും അവിടെ വെച്ച് തകർന്നു വീഴുകയായിരുന്നു. വയലിന്റെ തടി കൊണ്ടുള്ള ബോഡിയിൽ കാലപ്പഴക്കം കൊണ്ടുള്ള ചെറിയ വിള്ളലുകൾ വീണിട്ടുണ്ടായിരുന്നു. വില്ലിന്റെ മരപ്പണികൾ തേഞ്ഞു തീർന്നിരിക്കുന്നു. പുതിയ സ്ട്രിങ്ങുകൾ ഇടുക എന്നത് മാത്രമല്ല, ആ മത്സരത്തിൽ പങ്കെടുക്കണമെങ്കിൽ കുറച്ചുകൂടി നല്ല ശബ്ദഗുണമുള്ള ഒരു പുതിയ വയലിനെങ്കിലും അവളുടെ കയ്യിൽ ഉണ്ടായിരിക്കണമായിരുന്നു. എന്നാൽ കയ്യിൽ ഒരു അണ പൈസ പോലും എടുക്കാനില്ലാത്ത അവസ്ഥയിൽ ഒരു വയലിൻ സ്വന്തമാക്കുക എന്നത് അവളെ സംബന്ധിച്ച് അപ്രാപ്യമായ ഒരു സ്വപ്നം മാത്രമായിരുന്നു. മഴ ചാറി തുടങ്ങിയപ്പോൾ ദീപ വയലിൻ പെട്ടിയെടുത്ത് കയ്യിൽ പിടിച്ച് വീടിന് പുറത്തേക്കിറങ്ങി. വേറെ വഴിയില്ലാതെ അവസാനത്തെ ആശ്രയം എന്ന നിലയിലാണ് അവൾ തന്റെ വലിയച്ഛന്റെ അടുത്തേക്ക് നടന്നത്. കുടുംബത്തിന്റെ എതിർപ്പ് മറികടന്ന് രാഹുലിന്റെ കൂടെ ഇറങ്ങിപ്പോന്നതിന് ശേഷം ഇതുവരെ ആ വീട്ടിലേക്ക് അവൾ തിരിഞ്ഞു നോക്കിയിട്ടേയില്ലായിരുന്നു. എങ്കിലും തന്റെ സ്വപ്നം തകരാതിരിക്കാൻ ആത്മാഭിമാനം പണയം വെച്ചുകൊണ്ട് അവൾ ആ വലിയ തറവാട്ടു വീടിന്റെ പൂമുഖത്ത് ചെന്നു നിന്നു. പക്ഷേ തിണ്ണയിൽ ചാരിയിരുന്ന് പത്രം വായിക്കുകയായിരുന്ന വലിയച്ഛൻ്റെയും അവിടുത്തെ മറ്റുള്ളവരുടെയും നോട്ടത്തിൽ അനുകമ്പയുടെ ഒരു തുള്ളി പോലും ഉണ്ടായിരുന്നില്ല. ദീപ കാര്യം പറഞ്ഞു തീർക്കുന്നതിന് മുമ്പ് തന്നെ ബന്ധുക്കളിൽ ഒരാൾ ഉറക്കെ പരിഹസിച്ചു ചിരിച്ചു. എടി ദീപ, സ്വന്തം ചോരയെയും കുടുംബത്തെയും ഒക്കെ തള്ളിപ്പറഞ്ഞ് ഒരു പാട്ടുകാരന്റെ കൂടെ ഇറങ്ങിപ്പോരുമ്പോൾ വലിയ വലിയ സ്വപ്നങ്ങളും ആഡംബരങ്ങളുമായിരുന്നല്ലോ നിന്റെ മനസ്സിൽ. അവസാനം ഒരു വയലിന്റെ കമ്പി മാറ്റാൻ പോലും കയ്യിൽ കാശില്ലാതെ ഈ തറവാടിന്റെ മുന്നിൽ കൈനീട്ടി നിൽക്കേണ്ട ഗതികേടായല്ലോടി നിനക്ക്. ഇത്രക്കും ദാരിദ്ര്യമാണെങ്കിൽ ആ വയലിനെ തൂക്കിപ്പിടിച്ച് നാട്ടുകാരുടെ വീട്ടിൽ പോയി തെണ്ടായിറങ്ങിക്കൂടെ? ചുറ്റും നിന്നവരുടെ കളിയാക്കലുകളും മ്ലേച്ഛമായ നോട്ടവും ആ വാക്കുകളുടെ മൂർച്ചയും ദീപയുടെ നെഞ്ചിലേക്ക് നേരിട്ട് ആണിയടിച്ചു കയറ്റുന്നത് പോലെ തോന്നി. കണ്ണുകളിൽ നിറഞ്ഞു തുളുമ്പിയ നീറ്റൽ പുറത്തു കാണിക്കാതെ കൈകൾ കൂട്ടിപ്പിടിച്ച് തല താഴ്ത്തി അവൾ അവിടെ നിന്ന് തിരിഞ്ഞു നടന്നു. മഴ ശക്തിയായി പെയ്യാൻ തുടങ്ങിയിരുന്നു. ആത്മാഭിമാനം തകർന്നടിഞ്ഞ മനസ്സോടെ അവൾ ലക്ഷ്യമില്ലാതെ മുന്നോട്ട് നടന്നു. വഴിയോരത്തെ കടത്തിണ്ണകളിൽ നിൽക്കുന്ന ആളുകൾ തന്നെ തന്നെ ഉറ്റുനോക്കുന്നത് പോലെ അവൾക്ക് തോന്നി. ഓരോ ചുവട് വെക്കുമ്പോഴും വലിയച്ഛന്റെ പരിഹാസവാക്കുകൾ അവളുടെ കാതുകളിൽ ഇടിമിന്നൽ പോലെ മുഴങ്ങിക്കൊണ്ടിരുന്നു. പെട്ടെന്നാണ് തലക്ക് മുകളിൽ മഴത്തുള്ളികൾ പതിക്കുന്നത് നിലച്ചതും തണുത്തുറഞ്ഞ അവളുടെ തോളിലേക്ക് ഒരു ചൂടുള്ള കൈ വന്നു ചേർന്നതും. ദീപ പതുക്കെ തല ഉയർത്തി നോക്കി. കറുത്ത വലിയൊരു കുടയും പിടിച്ച് ആകെ നനഞ്ഞൊട്ടി രാഹുൽ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവന്റെ കണ്ണുകളിൽ ദേഷ്യമോ വെറുപ്പോ ഉണ്ടായിരുന്നില്ല. പകരം അളവറ്റ സ്നേഹവും അനുകമ്പയും മാത്രം. ദീപയുടെ വിറക്കുന്ന ചുണ്ടുകളും നിറഞ്ഞ കണ്ണുകളും കണ്ടപ്പോൾ തന്നെ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് രാഹുലിന് മനസ്സിലായി. അവൻ അവളുടെ കയ്യിലിരുന്ന പഴയ വയലിൻ പെട്ടി വാങ്ങി തന്റെ മറുവശത്തേക്ക് ഒതുക്കി പിടിച്ചു. നീ എന്തിനാ ഈ കടുത്ത മഴയത്ത് ഇങ്ങോട്ട് വന്നത് ദീപ? രാഹുൽ വളരെ ശാന്തമായി എന്നാൽ ഉറച്ച ശബ്ദത്തിൽ ചോദിച്ചു. ദീപ മറുപടിയൊന്നും പറയാനാവാതെ വിതുമ്പി. അവൾക്ക് വാക്കുകൾ തൊണ്ടയിൽ കുടുങ്ങുകയായിരുന്നു. രാഹുൽ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തുടർന്നു. മറ്റുള്ളവരുടെ മുന്നിൽ നീ തലകുനിക്കുന്നത് കാണാൻ എനിക്ക് കഴിയില്ല ദീപ. നിന്റെ ഉള്ളിലെ വിഷമവും സങ്കടവും ഒക്കെ എനിക്ക് മനസ്സിലാക്കും. വാ, നമുക്ക് വീട്ടിലേക്ക് പോകാം. നിന്റെ സങ്കടങ്ങളും പ്രതിസന്ധികളും ഒക്കെ മാറ്റാൻ ഈ രാഹുൽ കൂടെയുണ്ട്. ഫീസിന്റെ കാര്യവും നിന്റെ മത്സരത്തിന്റെ കാര്യവുമൊക്കെ ഞാൻ വൈകുന്നേരത്തിനുള്ളിൽ ശരിയാക്കി തരാം. നീ ഒട്ടും വിഷമിക്കരുത് കേട്ടോ. മഴയുടെ ഇരുമ്പലിനിടയിലും രാഹുലിന്റെ ആ വാക്കുകൾ ദീപയുടെ മനസ്സിലേക്ക് വലിയൊരു തണലായി ഇറങ്ങിച്ചെന്നു. എങ്കിലും ആ കറുത്ത രാത്രിയിൽ തന്റെ സ്വപ്നങ്ങൾ ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ആശങ്ക അവളുടെ ഉള്ളിൽ നിഴൽ പോലെ അവശേഷിച്ചിരുന്നു. മഴ തോർന്നെങ്കിലും അന്തരീക്ഷത്തിൽ തണുപ്പ് പടർന്നു പിടിച്ചിരുന്നു. കൊച്ചി നഗരത്തിലെ ആ ചെറിയ വാടകമുറിയുടെ ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു ദീപ. മേശപ്പുറത്ത് ആ പഴയ വയലിൻ പെട്ടി അടച്ചുപൂട്ടി വെച്ചിട്ടുണ്ട്. ഒപ്പം പൊട്ടിയ ആ സ്ട്രിങ്ങും. മുറിയിലെ മങ്ങിയ വെളിച്ചത്തിൽ ആ വയലിലേക്ക് നോക്കുമ്പോൾ ദീപയുടെ ഉള്ളിൽ വല്ലാത്തൊരു നിരാശയും ഭയവും നിറഞ്ഞു. രാഹുൽ ജോലിക്കായി പുറത്തേക്ക് പോയതായിരുന്നു. അവൻ നൽകിയ ആശ്വാസവാക്കുകൾ അവളുടെ മനസ്സിന് വലിയൊരു താങ്ങായിരുന്നെങ്കിലും യാഥാർത്ഥ്യം അവളുടെ മുന്നിൽ ഒരു വൻമരം പോലെ നിഴൽ വീഴ്ത്തി നിൽക്കുകയായിരുന്നു. വെറും ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് മാത്രമല്ല ഇവിടെ പ്രശ്നം. തന്റെ സ്വപ്നങ്ങളിലേക്കുള്ള ഓരോ വഴികളും ഒന്നൊന്നായി അടഞ്ഞു പോകുന്ന അവസ്ഥയായിരുന്നു അത്.
അടുത്ത ആഴ്ച നടക്കാനിരിക്കുന്ന സംസ്ഥാനതല സംഗീത മത്സരത്തിനുള്ള രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കേണ്ട അവസാന തീയതി നാളെയാണ്. കൂടാതെ മത്സരത്തിന് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു വയലിൻ സംഘടിപ്പിക്കുകയും വേണം. കഴിഞ്ഞ 2 ദിവസമായി അവൾ പരിചയക്കാരായ പലരുടെയും മുന്നിൽ ചോദിച്ചു ചെന്നതാണ്. എന്നാൽ ലഭിച്ച മറുപടികളൊക്കെയും അവളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നവയായിരുന്നു. രാവിലെ സംഗീത അക്കാദമിയിലെ മുതിർന്ന അധ്യാപകന്റെ വീട് വരെ അവൾ പോയിരുന്നു. അവിടെയുള്ള ഒരു പഴയ വയലിനെങ്കിലും മത്സര ദിവസത്തേക്ക് കടം തരുമോ എന്ന് ചോദിക്കാനായിരുന്നു അത്. എന്നാൽ അവളുടെ വിഷമം കേട്ട ആ അധ്യാപകൻ വളരെ തണുപ്പൻ മട്ടിലാണ് പ്രതികരിച്ചത്. നോക്ക് ദീപ, സംഗീതം എന്ന് പറയുന്നത് ഒരു ഹോബിയായി കൊണ്ടു നടക്കാൻ എളുപ്പമാണ്. എന്നാൽ ഇങ്ങനെയുള്ള വലിയ മത്സരങ്ങളിൽ പങ്കെടുക്കണമെങ്കിൽ അതിൻ്റെതായ തയ്യാറെടുപ്പുകൾ വേണം. സ്വന്തമായി നല്ലൊരു വാദ്യം പോലും കയ്യിലില്ലാത്ത നീ എന്തിനാണ് ഇത്രയും വലിയ വേദികളിലേക്ക് മത്സരിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നത്? മറ്റുള്ളവരുടെ സാധനങ്ങൾ വാങ്ങി കളിക്കുമ്പോൾ ഉണ്ടാകുന്ന റിസ്ക് നിനക്ക് എന്താണെന്നറിയാമോ? അതുകൊണ്ട് ഇതിൽ നിന്നൊക്കെ പിന്മാറി വീട്ടിൽ പോയി അടങ്ങിയിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. ആ അധ്യാപകന്റെ വാക്കുകൾ ദീപയുടെ ഉള്ളിൽ ഉണ്ടാക്കിയ മുറിവ് ചെറുതായിരുന്നില്ല. പഠിച്ച വിദ്യയിലും സ്വന്തം കഴിവിലും മാത്രമായിരുന്നു അവൾക്ക് വിശ്വാസമുണ്ടായിരുന്നത്. എന്നാൽ പണമില്ലാത്തതിന്റെ പേരിൽ ഒരു കലാകാരി നേരിടേണ്ടി വരുന്ന ഒരു വിവേചനം അവളെ മാനസികമായി തളർത്തി കളഞ്ഞു. അവിടെ നിന്നിറങ്ങി അവൾ പോയത് കോളേജിലെ സീനിയറായിരുന്ന ഒരു ചേച്ചിയുടെ അടുത്തേക്കായിരുന്നു. ആ ചേച്ചിയുടെ കയ്യിൽ അധികമായി ഒരു വയലിൻ ഉണ്ടെന്ന് അവൾക്കറിയാമായിരുന്നു. എന്നാൽ വളരെ നിസ്സാരമായ ഒരു ചിരിയോടെ ആ ചേച്ചി പറഞ്ഞു, അയ്യോ ദീപ, അത് തരാൻ പറ്റില്ല. എത്രയൊക്കെ അടുത്ത കൂട്ടുകാരാണെങ്കിലും ഇത്തരം വിലപിടിപ്പുള്ള സാധനങ്ങൾ മറ്റുള്ളവരുടെ കയ്യിൽ കൊടുക്കാൻ പറ്റുമോ? നാളെ അത് കേടുവന്നാൽ നീ പുതിയത് വാങ്ങിത്തരുമോ? നിന്റെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി എനിക്ക് അറിയാവുന്നതാണ്. ആ വാക്കുകളിൽ ഒളിഞ്ഞിരുന്ന അപമാനവും സംശയവും ദീപയെ പൂർണ്ണമായും തകർത്തു കളഞ്ഞു. താൻ എല്ലാവരുടെയും മുന്നിൽ ഒരു യാചകിയായി മാറിക്കൊണ്ടിരിക്കുകയാണോ എന്ന ഭയം അവളെ പിടികൂടി. അച്ഛനെയും അമ്മയെയും ഉപേക്ഷിച്ച് രാഹുലിന്റെ കൈപിടിച്ചിറങ്ങുമ്പോൾ മനസ്സിലുണ്ടായിരുന്ന ആത്മവിശ്വാസം മുഴുവൻ ചോർന്നു പോകുന്നത് അവൾ അറിഞ്ഞു. മുറിയുടെ കോണിലിരിക്കുമ്പോൾ ദീപയുടെ ഉള്ളിൽ ചിന്തകൾ കാടുകയറാൻ തുടങ്ങി. രാഹുൽ ഒരു ചെറിയ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ്. അവന്റെ തുച്ഛമായ വരുമാനത്തിൽ നിന്നാണ് ഈ വീടിന്റെ വാടകയും ദിവസേനയുള്ള ചിലവുകളും നടന്നു പോകുന്നത്. അതിനിടയിലാണ് തന്റെ ഈ അനാവശ്യ ആഗ്രഹങ്ങൾ. തന്റെ സംഗീതവും സ്വപ്നങ്ങളും കാരണം രാഹുൽ അനാവശ്യമായി കടക്കാരനാവുകയാണോ എന്ന ചിന്ത അവളെ അലട്ടി. താൻ അവന് ഒരു ഭാരമായി മാറുകയാണോ? വീട്ടുകാരെ എതിർത്തതും സ്വന്തമായി ഒരു മേൽവിലാസം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചതുമൊക്കെ തെറ്റായിപ്പോയോ എന്ന് അവൾ സ്വയം ചോദിച്ചു തുടങ്ങി. സ്വന്തം ആത്മാഭിമാനം സംരക്ഷിക്കാൻ പോയിട്ട് ഒരു വയലിൻ സ്ട്രിംഗ് വാങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ താൻ എത്തി നിൽക്കുന്നു. നാളെയുടെ പുലരി തനിക്ക് മുന്നിൽ കറുത്ത തിരശ്ശീല വീഴ്ത്തുകയാണെന്ന് അവൾക്ക് തോന്നി. ഭിത്തിയിലെ ക്ലോക്കിൽ മണി 5 അടിച്ചു. ജോലി കഴിഞ്ഞ് രാഹുൽ എത്താറാകാറായി. കണ്ണു തുടച്ച് മുഖം കഴുകി അവൾ വാതിലിന് നേരെ നോക്കിയിരുന്നു. പുറത്ത് വീണ്ടും ചെറിയ തോതിൽ മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. അടഞ്ഞ വാതിലുകൾക്ക് മുന്നിൽ നിന്ന് തളർന്ന അവളുടെ മനസ്സ് ഇനി ഈ പോരാട്ടം അവസാനിപ്പിക്കണമെന്ന് ഉറപ്പിക്കുകയായിരുന്നു. എന്നാൽ ആ തീരുമാനത്തെ തിരുത്തിക്കുറിച്ചുകൊണ്ട് രാഹുൽ മുറിയിലേക്ക് കടന്നു വന്നത് ആ നിമിഷത്തിലായിരുന്നു. മുറിയുടെ വാതിൽ തുറന്ന് രാഹുൽ അകത്തേക്ക് കടന്നു വന്നപ്പോൾ കണ്ടത് ജനലരികിൽ ഇരുട്ടിലേക്ക് നോക്കി വിതുമ്പുന്ന ദീപയെയാണ്. അവൾ കണ്ണീര് പുറത്തു കാണിക്കാതിരിക്കാൻ പണിപ്പെട്ട് മുഖം തിരിച്ചു പിടിച്ചിരുന്നു. എങ്കിലും അകത്തേക്ക് കടന്നു വന്ന രാഹുലിന്റെ സൂക്ഷ്മമായ കണ്ണുകളിൽ നിന്ന് ആ വിതുമ്പൽ ഒളിച്ചു വെക്കാൻ അവൾക്കായില്ല. അവൻ തന്റെ നനഞ്ഞ കുട കോണിൽ ചാരിവെച്ച് പതുക്കെ അവൾക്കരികിലേക്ക് നടന്നു ചെന്നു. രാഹുൽ അടുത്തെത്തിയതും അത്രയും നേരം അടക്കി പിടിച്ചിരുന്ന സങ്കടവും നിരാശയും ദീപയിൽ വീണ്ടും അണപൊട്ടിയൊഴുക്കി. ഇനി മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന വലിയൊരു ഭാരം അവളുടെ നെഞ്ചിൽ അമർന്നു നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ അവന്റെ മുന്നിൽ 2 കൈകളും കൂപ്പി നിയന്ത്രണം വിട്ട് കരഞ്ഞുപോയി. എനിക്കിനി ഈ പാട്ടും മത്സരവുമൊന്നും വേണ്ട രാഹുലെ. എന്തിനാ എന്നെ ഓർത്ത് നീ ഇങ്ങനെ ഒടുക്കത്തെ കഷ്ടപ്പാട് അനുഭവിക്കുന്നത്? എന്നെ കൊണ്ട് നിനക്ക് സമാധാനം ഇല്ലാതാവുകയേ ഉള്ളൂ. നമുക്ക് ഈ കച്ചവടവും സ്വപ്നങ്ങളുമൊക്കെ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അവൾ വാക്കുകൾക്കിടയിൽ കിതച്ചുകൊണ്ട് പറഞ്ഞു. രാഹുൽ ഒന്നും മിണ്ടാതെ അവൾക്ക് മുന്നിൽ താഴെയിരുന്നു. അവൻ അവളുടെ വിറക്കുന്ന കൈകൾ സ്വന്തം കൈക്കുള്ളിൽ അമർത്തിപ്പിടിച്ചു. എന്നാൽ ദീപ കണ്ണു തുടച്ചുകൊണ്ട് തടസ്സങ്ങൾ ഓരോന്നായി പറയാൻ തുടങ്ങി. നമ്മുടെ അവസ്ഥ നിനക്കറിയില്ലേ രാഹുലെ? ഈ മാസത്തെ വീട്ടുവാടക പോലും കൃത്യമായി കൊടുക്കാൻ നമ്മൾ പാടുപെടുകയാണ്. അതിനിടയിലാണ് എൻ്റെ ഈ എക്സാം ഫീസും വയലിൻ്റെ ചെലവുകളും. ഇന്ന് ഞാൻ പരിചയക്കാരോടൊക്കെ ചോദിച്ചു ചെന്നപ്പോൾ അവർ എന്നെ നോക്കിയ ആ നോട്ടം, എന്നെ എന്തോ വലിയ യാചകിയെ പോലെയാണ് അവർ കണ്ടത്. ഒരു വയലിൻ കടം ചോദിച്ചപ്പോൾ എന്നെ കളിയാക്കി ചിരിച്ചവരുടെ വാക്കുകൾ ഇപ്പോഴും എൻ്റെ കാതുകളിൽ മുഴങ്ങുന്നുണ്ട്. നിന്റെ സാമ്പത്തിക സ്ഥിതിയെപ്പോലും അവർ പരിഹസിക്കുകയാണ്. എനിക്ക് വേണ്ടി നീ കടക്കാരനാകുന്നത് എനിക്ക് കാണാൻ വയ്യ.
നമുക്ക് സാധാരണക്കാരെ പോലെ വലിയ സ്വപ്നങ്ങളൊന്നുമില്ലാതെ ജീവിച്ചാൽ പോരെ? ദീപയുടെ വാക്കുകളിൽ ആത്മാഭിമാനം മുറിവേറ്റ ഒരു പെൺകുട്ടിയുടെ വലിയ വേദനയുണ്ടായിരുന്നു. അവൾക്ക് തന്റെ കഴിവിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരുന്നില്ല. പക്ഷേ ചുറ്റുമുള്ളവരുടെ പെരുമാറ്റവും പണത്തിന്റെ അഭാവവും അവളെ അത്രത്തോളം ഭയപ്പെടുത്തിയിരുന്നു. രാഹുൽ ദീപയുടെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. അവന്റെ മുഖത്ത് ദേഷ്യമോ അസ്വസ്ഥതയോ ഉണ്ടായിരുന്നില്ല. പകരം അളവറ്റ സ്നേഹവും അതിലും വലിയൊരു ആത്മവിശ്വാസവും മാത്രമായിരുന്നു. അവൻ അവളുടെ മുഖം ഉയർത്തിപ്പിടിച്ചു കവിളിലൂടെ ഒലിച്ചിറങ്ങിയ കണ്ണീർ തുള്ളികൾ കൈവിരലുകൾ കൊണ്ട് മെല്ലെ തുടച്ചു മാറ്റി. നീ പറഞ്ഞു കഴിഞ്ഞു ദീപ? രാഹുൽ വളരെ ശാന്തമായി ചോദിച്ചു. എന്നിട്ട് അവൻ തുടർന്നു. നീ എന്തിനാണ് മറ്റുള്ളവർ എന്തു പറയുമെന്ന് ഓർത്ത് വേവലാതിപ്പെടുന്നത്? നിന്റെ കഴിവിൽ നിനക്ക് വിശ്വാസമില്ലേ? ഈ ലോകത്ത് പണമുള്ളവർക്ക് മാത്രം ജയിക്കാനുള്ളതല്ല സംഗീതം. അത് നിന്റെ ഉള്ളിലെ തീയാണ്. അച്ഛനെയും അമ്മയെയും സ്വന്തം വീടിനെയും ഉപേക്ഷിച്ച് നീ എന്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടത് എന്തിനായിരുന്നു? ഒരു സാധാരണ ജീവിതം നയിച്ച് സ്വന്തം സ്വപ്നങ്ങൾ കുഴിച്ചു മൂടാനാണോ? അല്ല, നിനക്ക് നിന്നിലെ കലാകാരിയെ ലോകത്തിന് കാണിച്ചു കൊടുക്കണമായിരുന്നു. രാഹുലിന്റെ ഓരോ വാക്കുകളും ദീപയുടെ ഉള്ളിലെ തണുത്തുറഞ്ഞ പ്രതീക്ഷകളെ വീണ്ടും തൊട്ടുണർത്തുന്നവയായിരുന്നു. ദീപ, നിനക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് നിന്റെ രാഹുലിനോടാണ് പറയേണ്ടത്. അല്ലാതെ വേറെ ആരുടെയും മുന്നിൽ പോയി സങ്കടപ്പെടാനോ കൈനീട്ടാനോ ഞാൻ സമ്മതിക്കില്ല. എന്റെ കയ്യിൽ വലിയ പണമൊന്നുമില്ലായിരിക്കാം, പക്ഷേ നിന്റെ സ്വപ്നങ്ങളെക്കാൾ വലുതായി ഈ ലോകത്ത് എനിക്ക് വേറെയൊന്നുമില്ല. നിന്റെ കൈകളിൽ ആ വയലിൻ ഇരിക്കുമ്പോൾ, നീ ഉണ്ടാക്കുന്ന ആ സംഗീതം കേൾക്കുമ്പോൾ നിന്റെ കണ്ണുകളിൽ കാണുന്ന ഒരു തിളക്കമുണ്ട്. ആ സന്തോഷമാണ് എനിക്ക് പ്രധാനം. അതിനു വേണ്ടി ഞാൻ എത്ര കഷ്ടപ്പെടാനും തയ്യാറാണ്. പക്ഷേ രാഹുലേ, നമുക്കത്രയും തുക... ദീപ വീണ്ടും സംശയത്തോടെ പറയാനാഞ്ഞെങ്കിലും രാഹുൽ അവൾക്ക് തടസ്സം നിന്നു. തുകയും പണവുമൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. അതിനെക്കുറിച്ച് നീ ചിന്തിക്കുക പോലും വേണ്ട. നിന്റെ ജോലി ഒന്നേയുള്ളൂ. നാളെ നടക്കാനിരിക്കുന്ന മത്സരത്തിന് വേണ്ടിയുള്ള പാട്ടുകൾ മനസ്സിൽ ധ്യാനിക്കുക. ബാക്കി എല്ലാ വാതിലുകൾ അടഞ്ഞാലും നിനക്കായി ഒരു വാതിൽ തുറക്കാൻ ഞാനുണ്ടാകും. രാഹുലിന്റെ ആ ഉറച്ച വാക്കുകളിൽ ഒരു വലിയ കൊടുങ്കാറ്റിനെ പോലും ചെറുക്കാനുള്ള ശക്തിയുണ്ടായിരുന്നു. അവന്റെ നെഞ്ചിലേക്ക് തലവെച്ച് കിടക്കുമ്പോൾ ദീപക്ക് മനസ്സിലായി, തനിക്ക് ചുറ്റുമുള്ള ലോകം മുഴുവൻ എതിരായി നിന്നാലും തനിക്കായി ഉറച്ചു നിൽക്കുന്ന ഒരു വലിയ തണൽ ഈ മനുഷ്യനാണെന്ന്. രാത്രിയുടെ നിശബ്ദതയിൽ പുറത്ത് മഴ പെയ്തൊഴിയുമ്പോൾ അവളുടെ ഉള്ളിൽ ഉറങ്ങിപ്പോയ സംഗീതം വീണ്ടും പതുക്കെ ഉണരുകയായിരുന്നു. അടുത്ത ദിവസം രാവിലെ ആകാശത്ത് നിന്ന് മഴമേഘങ്ങൾ പാടെ ഒഴിഞ്ഞു മാറിയിരുന്നു. തലേന്ന് രാത്രി രാഹുൽ നൽകിയ ഉറപ്പും ആത്മവിശ്വാസവും ദീപയുടെ ഉള്ളിൽ വലിയൊരു പ്രതീക്ഷയുടെ വെളിച്ചം നിറച്ചിരുന്നു. എങ്കിലും കയ്യിൽ വലിയ സമ്പാദ്യമൊന്നുമില്ലാത്ത രാഹുൽ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് വയലിൻ വാങ്ങാനുള്ള പണം കണ്ടെത്താൻ പോകുന്നതെന്ന ചിന്ത അവളിൽ ചെറിയൊരു ആശങ്ക സൃഷ്ടിച്ചിരുന്നു. ഉച്ചയോടടുപ്പിച്ചാണ് രാഹുൽ ദീപയോട് ഒരുങ്ങിയിറങ്ങാൻ പറഞ്ഞത്. അവർ രണ്ടുപേരും ചേർന്ന് നഗരത്തിലെ ഏറ്റവും പ്രശസ്തവും വലുതുമായ മ്യൂസിക് ഇൻസ്ട്രുമെന്റ് ഷോപ്പിലേക്ക് പുറപ്പെട്ടു. പ്രൊഫഷണൽ സംഗീതജ്ഞർ ഉപയോഗിക്കുന്ന മികച്ച ബ്രാൻഡഡ് വയലിനുകൾ ലഭ്യമായിരുന്ന ഇടമായിരുന്നു അത്. കടയുടെ തിളങ്ങുന്ന വലിയ ബോർഡും ഭീമാകാരമായ ഗ്ലാസ് വാതിലുകളും കണ്ടപ്പോൾ തന്നെ ദീപയുടെ ചുവടുകൾ ഒന്ന് പതറി. ഇത്രയും വലിയൊരു ഷോപ്പിലേക്ക് കയറാൻ മാത്രം തങ്ങൾക്ക് പ്രാപ്തിയുണ്ടോ എന്ന ചിന്ത അവളെ വീണ്ടും അസ്വസ്ഥയാക്കി. ഷോപ്പിന്റെ കവാടത്തിലേക്ക് കടക്കാൻ തുടങ്ങുമ്പോഴാണ് വഴിയരികിൽ നിൽക്കുകയായിരുന്ന രാഹുലിന്റെ കൂട്ടുകാരൻ പ്രകാശ് അവരെ കാണുന്നത്. പ്രകാശ് വേഗത്തിൽ അവരുടെ അടുത്തേക്ക് നടന്നു വന്നു. അവന്റെ കണ്ണുകളിൽ അത്ഭുതവും ഒപ്പം പരിഹാസത്തിന്റെ ചെറിയൊരു ഭാവവും ഉണ്ടായിരുന്നു. എടാ രാഹുലേ, ഇതെങ്ങോട്ടാ ഈ ഉച്ചനേരത്ത്? നിങ്ങൾ ഈ വലിയ ഷോപ്പിലേക്കാണോ കയറാൻ പോകുന്നത്? പ്രകാശ് ആശ്ചര്യത്തോടെ ചോദിച്ചു. അതെ പ്രകാശ്, ദീപക്ക് അടുത്ത ആഴ്ചത്തെ സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുക്കാൻ ഒരു നല്ല വയലിൻ വാങ്ങണം. അതിനാണ് വന്നത്. രാഹുൽ വളരെ ശാന്തമായി മറുപടി നൽകി. പ്രകാശ് ദീപയെ ഒന്ന് നോക്കി. തുടർന്ന് രാഹുലിന്റെ തോളിലൊന്ന് തട്ടി. അവനെ അല്പം മാറ്റി നിർത്തി രഹസ്യം പറയുന്ന മട്ടിൽ സംസാരിക്കാൻ തുടങ്ങി. എടാ രാഹുലേ, നിന്റെ സാമ്പത്തിക സ്ഥിതി എനിക്ക് നന്നായി അറിയാം. കഴിഞ്ഞ മാസത്തെ റൂം റെന്റ് പോലും നീ കടം വാങ്ങിയാണ് കൊടുത്തിരിക്കുന്നത്. ഈ സമയത്താണോ നീ ഇതിനൊക്കെ മുതിരുന്നത്? പ്രൊഫഷണൽ വയലിൻ എന്ന് പറഞ്ഞാൽ വൻ തുകയാകും. ഇവൾക്ക് പ്രാക്ടീസ് ചെയ്യാനും മത്സരത്തിൽ പങ്കെടുക്കാനും ഏതെങ്കിലും ചെറിയ സാധാരണ വയലിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒഴിഞ്ഞ സെക്കൻഡ് ഹാൻഡ് സാധനമോ വാങ്ങിക്കൊടുത്താൽ പോരെ? ഇത്രയും വലിയ ബ്രാൻഡഡ് ഇൻസ്ട്രുമെന്റ് വാങ്ങി നീ എന്തിനാ വേണ്ടാത്ത കടക്കിണി തലവെച്ച് കൊടുക്കുന്നത്? പ്രകാശ് സംസാരിച്ചത് രാഹുലിനോടാണെങ്കിലും ആ വാക്കുകൾ ദീപയുടെ കാതുകളിൽ വ്യക്തമായി പതിക്കുന്നുണ്ടായിരുന്നു. അവളുടെ തല വീണ്ടും താന്നുപോയി. മറ്റുള്ളവരുടെ കണ്ണിൽ താൻ ഇപ്പോഴും രാഹുലിന് ഒരു ഭാരവും അവന്റെ പണം നശിപ്പിക്കുന്നവളുമാണെന്ന തോന്നൽ അവളെ കുത്തിനോവിച്ചു. മുമ്പ് ബന്ധുക്കളിൽ നിന്നും അധ്യാപകരിൽ നിന്നും നേരിട്ട അപമാനത്തിന്റെ ഓർമ്മകൾ അവളുടെ ഉള്ളിൽ വീണ്ടും തണലേക്കി. എന്നാൽ രാഹുലിന്റെ ഭാവം മാറിയിരുന്നു.
കൂട്ടുകാരൻ്റെ ആ വാക്കുകൾ അവൻ ഒട്ടും ആസ്വദിച്ചില്ല. അവൻ തൻ്റെ ചുമലുകൾ നിവർത്തി പ്രകാശിൻ്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. തികച്ചും ഉറച്ചതും ഗൗരവമുള്ളതുമായ ശബ്ദത്തിൽ പറഞ്ഞു, പ്രകാശ്, എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം. പക്ഷേ അതിന് പരിഹാരം കാണേണ്ടത് എൻ്റെ പങ്കാളിയുടെ സ്വപ്നങ്ങൾ കവർന്നെടുത്തുകൊണ്ടല്ല. അവൾക്ക് വായിക്കാനും മത്സരത്തിൽ ജയിക്കാനും പഴയതോ ലോക്കലോ ആയ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അവൾ ചെയ്യുന്നത് വെറുമൊരു സമയം പോക്കോ ഹോബിയോ അല്ല. ഇത് അവളുടെ ഭാവിയാണ്. എൻ്റെ ജീവിതത്തിൽ അവൾക്ക് നൽകുവാൻ സാധിക്കുന്നതിൽ വെച്ച് ഏറ്റവും മികച്ചത് തന്നെ ഞാൻ വാങ്ങി നൽകും. അതിൽ വിട്ടുവീഴ്ച ചെയ്യാൻ എനിക്ക് കഴിയില്ല. രാഹുലിൻ്റെ ഉറച്ച മറുപടി കേട്ട് പ്രകാശിൻ്റെ മുഖം ആകെ മങ്ങിപ്പോയി. അവൻ്റെ നാക്കൊന്നു പതറി. ഇനി കൂടുതൽ ഉപദേശിക്കാൻ നിൽക്കാതെ അവൻ പതുക്കെ തിരിഞ്ഞു നടന്നു. രാഹുൽ ദീപയുടെ അടുത്തേക്ക് തിരിഞ്ഞു. അവൻ അവളുടെ വിറക്കുന്ന കൈകൾ ചേർത്ത് പിടിച്ചു. അവൻ്റെ കണ്ണുകളിൽ മുമ്പത്തേക്കാൾ വലിയൊരു ആത്മവിശ്വാസവും ദൃഢനിശ്ചയം ദീപ കണ്ടു. നീ എന്തിനാ ദീപ വീണ്ടും തല താഴ്ത്തുന്നത്? നമ്മൾ ആരുടെയും പണം മോഷ്ടിക്കാൻ വന്നതല്ലല്ലോ. വാ. അവൻ അവളെയും കൂട്ടി ആ വലിയ കടയുടെ ഗ്ലാസ് വാതിൽ തുറന്ന് അകത്തേക്ക് കടന്നു. കടയുടെ അകത്തളത്തിലേക്ക് കാൽവെച്ചപ്പോൾ തനിക്ക് പിന്നിൽ നിന്ന പ്രകാശിൻ്റെ പരിഹാസങ്ങൾ മാത്രമല്ല, ലോകത്തിലെ മുഴുവൻ സംശയങ്ങളും രാഹുലിൻ്റെ ആ ഒരൊറ്റ വാക്കിന് മുന്നിൽ തകർന്നു തരിപ്പണമായതായി ദീപക്ക് തോന്നി. തനിക്ക് തണലായി നിൽക്കുന്ന ആ മനുഷ്യൻ്റെ കൈവിരലുകളിൽ അവൾ കൂടുതൽ മുറുക്കി പിടിച്ചു. മ്യൂസിക് ഷോപ്പിൻ്റെ പ്രകാശമാനമായ അകത്തളത്തിലേക്ക് കാൽവെച്ചപ്പോൾ ദീപയുടെ കണ്ണുകൾ അത്ഭുതം കൊണ്ടും ആശങ്ക കൊണ്ടും വിടർന്നു. ചുമരുകളിലും ചില്ലുകൂട്ടിലും തിളങ്ങി നിൽക്കുന്ന അത്യാധുനിക വയലിനുകൾ. ഒരു സെയിൽസ് പ്രതിനിധി പുഞ്ചിരിയോടെ അവരുടെ അടുത്തേക്ക് വന്നു. രാഹുൽ നേരെ ചെന്ന് ദീപക്ക് മത്സരത്തിൽ വായിക്കാൻ അനുയോജ്യമായി ഏറ്റവും മികച്ച പ്രൊഫഷണൽ വുഡൻ വയലിൻ തന്നെ കാണിക്കാൻ ആവശ്യപ്പെട്ടു. ഷോപ്പിലെ ജീവനക്കാരൻ നീളമുള്ള ഒരു കറുത്ത പെട്ടി തുറന്ന് തിളങ്ങുന്ന തടിയും ഉയർന്ന ഗുണനിലവാരമുള്ള സ്ട്രിങ്ങുകളുമുള്ള ഒരു പ്രീമിയം വയലിൻ അവരുടെ മുന്നിൽ വെച്ചു. ദീപ വിറക്കുന്ന കൈവിരലുകളിൽ അതിൻ്റെ തടിയിൽ തൊട്ടുനോക്കി. തുടർന്ന് അതിൻ്റെ തുക എഴുതിയ ടാഗിലേക്ക് നോക്കിയപ്പോൾ അവളുടെ ശ്വാസം നിലച്ചുപോയി. രാഹുലെ, ഇത് ഒത്തിരി വില കൂടിയതാണ്. നമുക്ക് താങ്ങാൻ പറ്റില്ല. ഏതെങ്കിലും ചെറിയ സാധാരണ വയലിൻ മതി. അവൾ അവൻ്റെ കാതിൽ പരിഭ്രമത്തോടെ സ്വകാര്യം പറഞ്ഞു. പക്ഷേ രാഹുൽ അത് കേട്ടതായി ഭാവിച്ചില്ല. അവൻ താൻ കരുതി വെച്ചിരുന്ന പണം കൗണ്ടറിലേക്ക് എടുത്തു വെച്ചു. മാസങ്ങളായി അവൻ സ്വന്തം ആവശ്യങ്ങൾ മാറ്റിവെച്ച് സ്വരൂപിച്ച സമ്പാദ്യവും സുഹൃത്തുക്കളിൽ നിന്ന് കടം വാങ്ങിയ തുകയും തൻ്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയൊരു സ്വർണ്ണമാല പണയം വെച്ച് കിട്ടിയ തുകയുമായിരുന്നു അത്. ദീപയുടെ സംഗീതവും അവളുടെ സ്വപ്നങ്ങളും ഒരു സാമ്പത്തിക ബാധ്യതയുടെ പേരിലും തകർന്നു പോകരുതെന്ന രാഹുലിൻ്റെ നിശബ്ദമായ തയ്യാറെടുപ്പ് അവിടെ വെളിച്ചത്തു വരികയായിരുന്നു. കടയിൽ നിന്നും പുറത്തിറങ്ങി വഴിയോരത്തെ തണൽ മരത്തിന് കീഴെ എത്തിയപ്പോൾ രാഹുൽ പുതിയ വയലിൻ പെട്ടി ദീപയുടെ കൈകളിൽ ചേർത്ത് വെച്ചു. അവൻ അവളുടെ നേരെ നോക്കി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, ഞാൻ കൂടെയുള്ളിടത്തോളം കാലം നിന്റെ സ്വപ്നങ്ങൾക്ക് മുന്നിൽ തടസ്സമായി ഒരു കുറവും വരില്ല. നീ ആരുടെയും മുന്നിൽ തലകുനിക്കരുത്. അവൻ്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ അത്രയും നാൾ ഉള്ളിലൊതുക്കിയ വേദനകളെല്ലാം ആനന്ദ കണ്ണീരായി പുറത്തേക്കൊഴുകി. ജീവിതത്തിലെ എല്ലാ വഴികളും അടഞ്ഞു എന്ന് കരുതി എടുത്തു നിന്ന് തനിക്ക് തണലായി കരുത്തായി കൂടെ നിൽക്കുന്ന ആ പങ്കാളിയെ ചേർത്ത് പിടിക്കുമ്പോൾ അവൾക്ക് ഉറപ്പായിരുന്നു, ഇനി ലോകത്തിലെ ഒരു പ്രതിസന്ധിക്കും തങ്ങളെ തളർത്താനാവില്ലെന്ന്. ദിവസങ്ങൾക്ക് ശേഷം സംസ്ഥാനതല സംഗീത മത്സരത്തിൻ്റെ പ്രധാന വേദി ഒരുങ്ങി. ദീപയുടെ പേര് അനൗൺസ് ചെയ്തപ്പോൾ സദസ്സിൽ വലിയൊരു അനക്കമുണ്ടായി. അത്രയും ദിവസം താൻ അനുഭവിച്ച അപമാനങ്ങളും ബന്ധുക്കളുടെ കുത്തിനോവിക്കുന്ന വാക്കുകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മനസ്സിൻ്റെ ഒരു കോണിലേക്ക് മാറ്റിവെച്ച് അവൾ വേദിയിലേക്ക് നടന്നു കയറി. തൻ്റെ പുതിയ വയലിൻ തോളോട് ചേർത്ത് പിടിച്ച് കണ്ണടച്ച് അവൾ വില്ല് കമ്പികളിലൂടെ ചലിപ്പിച്ചു തുടങ്ങി. ആ ഹോളിൽ അതുവരെ കേൾക്കാത്ത മനോഹരമായ ഒരു രാഗം ഉയർന്നു വന്നു. വേദിയും സദസ്സും ആ സംഗീതത്തിൽ അലിഞ്ഞു ചേർന്നു. ദിവസങ്ങളായി അവളുടെ മനസ്സിൽ കിടന്ന വേദനയും രാഹുലിൻ്റെ നിസ്വാർത്ഥമായ സ്നേഹവും ആത്മാഭിമാനവുമെല്ലാം ആ വയലിൻ സ്ട്രിങ്ങുകളിലൂടെ ഒഴുകിയിറങ്ങി. വായന അവസാനിച്ചപ്പോൾ സദസ്സിൽ നിന്ന് വലിയൊരു കയ്യടി ഉയർന്നു വന്നു. വിധികർത്താക്കൾ എഴുന്നേറ്റ് നിന്ന് ആദരിച്ചു. മത്സരഫലം വന്നപ്പോൾ ദീപ 1ാം സ്ഥാനവും സ്വർണ്ണ മെഡലും കരസ്ഥമാക്കി. വേദിയിൽ വെച്ച് ട്രോഫി സ്വീകരിച്ച് മൈക്കിന് മുന്നിലേക്ക് നിൽക്കുമ്പോൾ ദീപയുടെ കണ്ണുകൾ ഓടിയെത്തിയത് സദസ്സിൻ്റെ മധ്യത്തിൽ ആനന്ദ കണ്ണീരോടെ തനിക്കായി കൈയടിക്കുന്ന രാഹുലിൻ്റെ മുഖത്തേക്കായിരുന്നു. മൈക്ക് കയ്യിലെടുത്ത് ദീപ സംസാരിച്ചു തുടങ്ങി. വയലിൻ്റെ കമ്പി പൊട്ടിയപ്പോൾ ഈ സ്വപ്നം ഉപേക്ഷിക്കാൻ ഞാൻ തീരുമാനിച്ചതാണ്. പണമില്ലാത്തതിൻ്റെ പേരിൽ അന്ന് ചുറ്റുമുള്ള ലോകം മുഴുവൻ എന്നെ പരിഹസിച്ചപ്പോഴും നീ ആരുടെയും മുന്നിൽ തലകുനിക്കരുത് എന്ന് പറഞ്ഞ് എനിക്ക് തണലായി നിന്ന ഒരാളുണ്ട്, എൻ്റെ രാഹുൽ. ഈ ട്രോഫി എൻ്റെ സംഗീതത്തിൻ്റെ വിജയം മാത്രമല്ല, എന്നെ വിശ്വസിച്ച അവൻ്റെ സ്നേഹത്തിൻ്റെ വിജയമാണ്.
വേദിയിൽ നിന്ന് താഴെ ഇറങ്ങി വന്ന ദീപ ഓടിച്ചെന്ന് രാഹുലിനെ കെട്ടിപ്പുണർന്നു. അന്ന് പെയ്ത തോരാമഴയും ബന്ധുക്കളുടെ പരിഹാസവും കഷ്ടപ്പാടുകളുമെല്ലാം ആ സ്നേഹത്തിന് മുന്നിൽ തോറ്റിരുന്നു. പുതിയ വയലിൽ നിന്ന് ഉയർന്ന സംഗീതത്തിനൊപ്പം തൻ്റെ പങ്കാളിയുടെ കൈകൾ മുറുകെ പിടിച്ച് നടക്കുമ്പോൾ ദീപ ഒന്ന് തിരിച്ചറിഞ്ഞു. ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ സംഗീതം തനിക്ക് ചുറ്റുമുള്ള അവൻ്റെ അളവറ്റ സ്നേഹമാണെന്ന്. പ്രിയമുള്ളവരെ, ഈ കഥ നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം പ്രതിസന്ധികളിലും അപമാനങ്ങളിലും തളരാതെ നിൽക്കാനുള്ള കരുത്ത് നമുക്ക് നൽകുന്നത് നമ്മെ മനസ്സിലാക്കുന്നവരുടെ പിന്തുണയാണ് എന്നുള്ളതാണ്. സ്വന്തം കഴിവിലുള്ള വിശ്വാസവും അതിന് തണലായി നിൽക്കുന്ന ആത്മാർത്ഥമായ സ്നേഹവും ഉണ്ടെങ്കിൽ എത്ര വലിയ കടമ്പകളും മറികടക്കാൻ സാധിക്കും. പണമോ ഭൗതിക സാഹചര്യങ്ങളോ അല്ല, പ്രതിസന്ധികളിൽ പരസ്പരം വിട്ടുകൊടുക്കാതെ ചേർത്ത് പിടിക്കുന്ന മനസ്സ് തന്നെയാണ് ഏതൊരു ബന്ധത്തിൻ്റെയും ജീവിത വിജയത്തിൻ്റെയും യഥാർത്ഥ അടിത്തറ. രാഹുലിൻ്റെ നിശബ്ദമായ പോരാട്ടവും ദീപയുടെ വിജയവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒന്നേയുള്ളൂ: അളവറ്റ സ്നേഹവും പരസ്പര വിശ്വാസവും ഉള്ളിടത്ത് ഏതൊരുട്ടിനെയും തോൽപ്പിച്ച് പുതിയൊരു പുലരി പിറക്കുക തന്നെ ചെയ്യും. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.